ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ അതേ ഞാൻ കുളിച്ച് വന്നതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ക്രിസ്മസിൻ്റെ ഡേ ആണെന്ന്. ഉച്ച കഴിഞ്ഞിട്ടാണ് കുളിക്കുന്നത്. അതായത് എനിക്ക് തീരെ വയ്യായിരുന്നു, തലകറക്കം. ഞായറാഴ്ച രാത്രി തുടങ്ങിയ തലകറക്കം കേട്ടോ. എനിക്ക് ഇയർ ബാലൻസിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും മാറില്ല. അപ്പം ഞായറാഴ്ച തുടങ്ങിയിട്ട് തിങ്കളാഴ്ച ഒരു ഉച്ച വരെയൊക്കെ, പിന്നെ ടാബ്ലറ്റൊക്കെ കഴിച്ചാൽ മാറിയത്. അപ്പോൾ പിള്ളേർക്ക് വീട്ടിൽ 2 ദിവസമായിട്ട്, 2 ദിവസമല്ല, വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ പുറത്തെങ്ങും പോകണില്ല. വീടിൻ്റെ ഉള്ളിൽ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ജോലിക്ക് പോകുമല്ലോ. അപ്പോൾ അവർക്ക് ബോറടിക്കണോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ സാരമില്ല, നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞു. എനിക്ക് വയ്യ തീരെ, എന്നാലും ടാബ്ലറ്റൊക്കെ കഴിച്ചപ്പോഴേക്കും ഞാൻ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ആയി. അത് നമ്മളൊരു 3 മണി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ലുലുവിൽ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു വേഗം റെഡി ആയിക്കോ, നമുക്കൊന്ന് ലുലുവിൽ പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിള്ളേരൊന്ന് ഹാപ്പി ആവുമല്ലോ, ഞാനും ഈ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടൊന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 3 പേരും കൂടി ലുലുവിലോട്ട് പുറപ്പെടുകയാണ്. നമ്മളെന്നും പോണ പോലെ തന്നെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് വണ്ടി വെച്ചിട്ട് മെട്രോയിലാണ് പോണത് ലുലുവിൽ. അതാണ് എളുപ്പം. വെറുതെ വണ്ടിയും കൊണ്ടൊക്കെ അവിടെ വരെ പോകുന്നതിൽ നല്ലത് മെട്രോയിൽ കയറിയാൽ ഒന്നും അറിയാതെ അവിടെ വരെ എത്താം. അപ്പം അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കുഞ്ഞുവിൻ്റെ കളികളാണ് കാണുന്നത്. കുട്ടൂസ് കുറച്ചൊന്ന് പിണങ്ങിയിരിക്കുകയാണ്. കാരണം കുഞ്ഞുവിന് ചുമന്ന ഡ്രസ്സുണ്ട്, കുട്ടൂസിന് ചുമന്ന ഡ്രസ്സില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് പിണങ്ങിയിരിക്കുകയാണ്. പക്ഷെ പോകെ ആൾ ഓക്കെ ആയി. അപ്പോൾ നമ്മുടെ മെട്രോ സ്റ്റേഷനിൽ ക്രിസ്മസിൻ്റെ ദിവസമായതുകൊണ്ട് നന്നായിട്ട് ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പുൽക്കൂടൊക്കെ വെച്ചിട്ടുണ്ട്, മാതാവ്, ഉണ്ണിയേശു, അങ്ങനെയുള്ള കുറേ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മുടെ അവിടെ ഇറങ്ങണ മെട്രോയിലും വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ മെട്രോയിലും അപ്പോൾ വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് മെട്രോയിൽ കയറി പോവാണ്. അപ്പോൾ കുറേ ദിവസമായല്ലോ ഇതുവരെ ഇങ്ങനെ വീട്ടിലൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കണം. അപ്പോൾ എനിക്ക് വിഷമം, എന്തെങ്കിലും ചെയ്യണം പിള്ളേർക്ക് വേണ്ടിയിട്ട്. മുറ്റത്തിറങ്ങി കളിക്കാനുള്ളൊരു സൗകര്യം അവർക്കില്ല. അവർ വീട്ടിൽ അടച്ചു കൂട്ടിയിരിക്കുകയല്ലേ. അതുകൊണ്ടാണ് ഞങ്ങൾ എന്തായാലും വയ്യെങ്കിലും വന്നത്. അപ്പോൾ നമ്മൾ അവിടുത്തെ എടപ്പള്ളിയിൽ മെട്രോയിൽ എത്തി. അപ്പോൾ മെട്രോയിൽ കയറിയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം എനിക്ക് തല കറങ്ങും. അല്ലെങ്കിൽ നോർമലി ഞാൻ മെട്രോയിൽ കയറിയാലും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഒന്നാമത് ഇയർ ബാലൻസിൻ്റെ ഒരു പ്രശ്നം കൂടിയതുകൊണ്ട് മെട്രോയിൽ കയറി കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഫോണേ നോക്കില്ല. ഓരോ ആൾക്കാരൊക്കെ ഫോണൊക്കെ നോക്കി പുസ്തകമൊക്കെ വായിച്ചിരിക്കാനുമ്പോൾ കൊതി വരും. എനിക്കതിനൊന്നും പറ്റില്ല. അപ്പോൾ അതേ നമ്മുടെ ലുലുവിൻ്റെ ഉള്ളിലെത്തി. ലുലുവിൻ്റെ ഉള്ളിൽ അവർ വളരെ ഭംഗിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര ദിവസമൊക്കെ എടുത്തിട്ടുണ്ടാവും ഇത് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഞാൻ ആലോചിച്ചിട്ട്. അടിപൊളിയായിട്ട് ഒത്തിരി പേരൊക്കെ അതിൻ്റെ അടിയിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഒരുപാട് തിരക്കല്ല, എന്നാൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ലുലുവിൽ വന്നത് അങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിക്കാനൊന്നുമല്ല, ചുമ്മാ ഇങ്ങനെ കറങ്ങാൻ. അപ്പോൾ കുഞ്ഞുവിന് മേളിൽ ഗെയിമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഒന്ന് കയറ്റുമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പം തൽക്കാലം അതൊന്നും വയ്യ, നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു തന്നിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളൊന്ന് ഫാഷൻ സ്റ്റോറിൽ കയറി ചുമ്മാ വെറുതെ ഒന്ന് കയറി എല്ലാം കണ്ടിട്ട് ഇറങ്ങാനല്ല, അത് കാര്യമായിട്ടൊന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പോൾ കുട്ടൂസ് അവിടെ ബാഗ് ടാഗ് ചെയ്യാൻ വേണ്ടി പോയേക്കാം കേട്ടോ. അപ്പോൾ ഫാഷൻ സ്റ്റോറിൽ കയറിയപ്പോൾ എന്തോ ഓഫറിനൊക്കെ കുറേ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും അടുക്കാൻ വയ്യ, എന്തൊക്കെയോ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ക്ലിപ്പും കമ്മലൊക്കെ നോക്കാനൊന്ന് കയറി. എൻ്റെ മുടിക്ക് പാകമായിട്ടുള്ള ക്ലിപ്പൊന്നും എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തില്ല. പിന്നെ കമ്മൽ അത്യാവശ്യം വില കുറവൊക്കെ ഉണ്ട്, 100ഉം 75ൻ്റെയൊക്കെ ഉണ്ട്, നല്ല കമ്മലുണ്ട്. പക്ഷെ ഞാൻ ഒന്നും എടുത്തില്ല. എല്ലാം ഉണ്ട്, വെറുതെ വാങ്ങിച്ച് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതൊന്നും എടുത്തില്ല. ക്ലിപ്പായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്, അത് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറി. ഹൈപ്പർ മാർക്കറ്റിൽ അത്യാവശ്യം ഓഫറിൽ കുറേ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ അവിടെ നിന്നൊരു വെളിച്ചെണ്ണ, പിന്നെ ഒരു നെയ്യ്, അങ്ങനെ ഒരു 2-3 സാധനങ്ങൾ മേടിച്ചു. ഓവറായിട്ടൊന്നും മേടിച്ചില്ല, കാരണം ഓഫറിന് അരിപ്പൊടിയും സാധനം കിട്ടുന്നു. പക്ഷെ അതൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഞാനതൊന്നും മേടിച്ചില്ല. പിന്നെ എനിക്ക് വയ്യാത്ത കാരണം തൂക്കി പിടിച്ച് കൊണ്ടുപോകാനും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഹൈപ്പറിൽ ഈ പറഞ്ഞ പോലെ ഓഫറിൻ്റെ സ്ഥലത്തൊക്കെ നിറയെ ആൾക്കാരായതുകൊണ്ട് നമുക്ക് നോക്കാനും എടുക്കാനും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുഞ്ഞുനിങ്ങനെ ഈ പൊട്ടറ്റോടെ ഇതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല കേട്ടോ. ഒന്നും ഞാൻ അങ്ങനെ മേടിച്ചു കൊടുത്തില്ല. കുട്ടൂസ് എന്തോ ഒരു സ്നാക്സ് എടുത്തു, പിന്നെ ഞാൻ കുഞ്ഞുവിനൊരു ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു. അല്ലാതെ കാര്യമായിട്ട് നമ്മൾ അവിടെ നിന്നൊന്നും പർച്ചേസ് ചെയ്തില്ല. ഒരു 3-4 സാധനങ്ങൾ, വിരലിലുണ്ടാവുന്ന സാധനങ്ങൾ മാത്രമേ നമ്മളവിടെ നിന്ന് വാങ്ങിച്ചുള്ളൂ. അപ്പോൾ കുഞ്ഞുവിന് അത് വേണം ഇത് വേണം എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് പോയപ്പോഴേ ഞാൻ പറഞ്ഞിട്ടാണ് പോയത്, ഒന്നും പർച്ചേസ് ചെയ്യില്ല, ജസ്റ്റ് കറങ്ങി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഒരുപാട് കേക്കിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പ്ലം കേക്കും
അല്ലാതെ കുറേ കേക്കിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഓൾറെഡി 1-2 കേക്ക് കിട്ടിയത് കാരണം ഞാൻ കേക്കൊന്നും വാങ്ങിച്ചില്ല. കാരണം പിള്ളേരായാലും അധികം കേക്കൊന്നും കഴിക്കില്ല, ഞാൻ മാത്രമേ ഇരുന്ന് കഴിക്കേണ്ടി വരും. പിന്നെ ഞാൻ പേരക്ക മേടിച്ചു. പേരക്ക ഇപ്പം വെക്കേഷനൊക്കെ അല്ലേ, പിള്ളേർ വീട്ടിലിരിക്കുമ്പോൾ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പേരക്ക മേടിച്ചു. കാരണം ആപ്പിളും ഇതൊന്നും അവർക്ക് ഇഷ്ടമല്ല, അവർ കഴിക്കില്ല. പിന്നെയും കഴിക്കുന്നത് പേരക്കയാണ്. പിന്നെ ഓറഞ്ചൊക്കെ നമ്മുടെ ആലുവയിൽ തന്നെ നല്ല ഓഫറിൽ റോഡ് സൈഡിലൊക്കെ എന്താ 100 രൂപയ്ക്ക് 2-3 കിലോ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ലുലുന്ന് അതൊന്നും മേടിച്ചില്ല. പിന്നെ പഴവും മേടിച്ചില്ല. പഴമൊക്കെ ഞാൻ മേടിച്ച് വീടെത്തുമ്പോഴേക്കും അതൊക്കെ ഇങ്ങനെ ചീത്തയാവും. അതുകൊണ്ട് ഞാൻ പഴമൊന്നും കാര്യങ്ങളൊന്നും മേടിച്ചില്ല. പിന്നെ ലുലുവിൻ്റെ തന്നെ പിന്നെ വലിയൊരു കേക്ക് കളക്ഷൻസും കുറേ കാര്യങ്ങളുണ്ടായി. അതിൽ നിന്ന് കുട്ടൂസിൻ്റെ എപ്പോഴും ഫേവറേറ്റാണ് ഡോണറ്റ്. കുട്ടൂസ് എപ്പോൾ ലുലുവിൽ പോയാലും ഡോണറ്റ് മേടിക്കും. അപ്പോൾ അത് കുട്ടൂസ് മേടിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ബില്ലൊക്കെ ചെയ്തു. ബില്ല് ചെയ്യാനും കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മേളിൽ പോയി, ഫുഡ് കോർട്ടിൽ പോയി. നമ്മൾ താഴത്തുനിന്നൊന്നും മേടിച്ചില്ല. ഫുഡ് കോർട്ടിൽ പോയിട്ട് ഐസ്ക്രീം മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ, അത് മേടിച്ചു കൊടുത്തു. കുഞ്ഞുവിന് ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും കുഞ്ഞ കപ്പ് ഐസ്ക്രീം പോലത്തെ, എനിക്ക് ഫലൂഡയാണ് മേടിച്ചത്. അതിൽ നിന്ന് അവർ ടേസ്റ്റൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോരുക കേട്ടോ. തിരിച്ച് മെട്രോയിൽ തന്നെയാണ് പോകുന്നത്. അപ്പം ഞാൻ പോയപ്പോൾ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ പിന്നെ ID കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ 50 രൂപയുടെ ഒരു സ്റ്റുഡൻറ്റ് പാസ് കിട്ടും. അതിലാണ് വന്നതും പോയതൊക്കെ. അപ്പോൾ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. ചെന്ന് നിന്നൊരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മെട്രോ വന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായി. പക്ഷേ ഓടിച്ചാടി കയറിയതുകൊണ്ട് സീറ്റ് കിട്ടി. സീറ്റ് രാവിലെ അല്ല ഉച്ചയ്ക്ക് വന്നപ്പോൾ എനിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല, പോയപ്പോൾ ഇരിക്കാൻ സീറ്റ് കിട്ടി കേട്ടോ. അപ്പോൾ കുഞ്ഞു അപ്പുറത്തെ സൈഡിൽ നിൽക്കുകയാണ്. ഞാനും കുട്ടൂസും കൂടെ കണ്ട് ഒരുമിച്ചിരിക്കുന്നത്. കുഞ്ഞിനെ വിളിച്ചിട്ട് വന്നില്ല. ഞങ്ങളപ്പോൾ ഒരുമിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സ്റ്റോപ്പിൽ ഇറങ്ങി നമ്മൾ വീട്ടിലോട്ട് പോവാണ്. ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. ഒരു 3:30 പോയിട്ട് 6:30 ആയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ സമയം പോണത് അറിയേയില്ല. അപ്പോൾ 6:30 ആയപ്പോഴേക്കും തിരിച്ചു വന്നു. അപ്പോൾ ഒരുവിധം പിള്ളേരൊക്കെ ഒന്ന് ഹാപ്പിയായി, ഞാനും അത്യാവശ്യം ഓക്കെ ആയി. പിന്നെ എനിക്ക് നാളെ ജോലിക്ക് പോകണമല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. 2 ദിവസം അവധി ഇട്ടിട്ട് പോകുമ്പോൾ ഭയങ്കര ഒരു വിഷമം. അപ്പോൾ നമ്മൾ ലുലുവിലൊക്കെ പോയി പിള്ളേരൊക്കെ ഹാപ്പി ആയി. നമ്മുടെ ക്രിസ്മസിനപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചിറ്റയൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ 3 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ക്രിസ്മസ് നമ്മളിങ്ങനെ ലുലുവിൽ പോയി അടിച്ചു പൊളിച്ചിട്ട് വന്നു കേട്ടോ. ഒരുപാട് പർച്ചേസും കാര്യമൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം ഹാപ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ 3 പേരും. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇനി നാളെ കാണാം.